ഏറ്റവും ഗംഭീരവും ഉജ്ജ്വലവുമായിരിക്കുന്ന ഒരു ഗ്രാമത്തിന്റെ പേര് ഈ യൂസ്ലെസിന്റെ പേരിനെ കൂടെ കൂട്ടിച്ചേർക്കുന്നത് അർത്ഥം മാറ്റണമെന്ന് ഏതാണ്ട് 2-3 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ വളരെ ഗംഭീരമായ ചാനലിനകത്ത് ഞാൻ പറഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ട് പിണറായി എന്ന് പറഞ്ഞ സംഭവത്തിന് പകരം അയാളുടെ അമ്മയുടെ തറവാട് പേരുണ്ട്, ആലക്കാടൻ എന്ന് പറയുന്ന സംഭവം. ആലക്കാടൻ, ഈ ആലക്കാടൻ വിജയൻ എന്ന പേരിൽ മാത്രമേ ഞങ്ങൾക്ക് പറയാൻ അർഹതയുള്ളൂ. ഇവനെ പോലെ പടുദ്രോഹിയായിരിക്കുന്ന ഒരു മനുഷ്യനെ പാർട്ടിയുടെ ഏറ്റവും വലിയ പ്രമുഖനായി അവര് കൊണ്ടാടിയതിന്റെ ഫലം എന്താണ്? പാർട്ടിയും ജനങ്ങളും തമ്മിലുള്ള ദൂരമാണ് വർദ്ധിച്ചത്. പകരം എന്തു ചെയ്തു? അതോടൊപ്പം തന്നെ എന്തു വന്നു? ഇവനും ജനങ്ങളും തമ്മിലുള്ള ദൂരവും വർദ്ധിച്ചു. കാരണം ഇയാൾ മാത്രമായി പാർട്ടി. ഈ നായിനെ കൊന്നിരിക്കുന്ന വോട്ടിനെ ഭൂരിപക്ഷം ജയിക്കുന്ന ഉളുപ്പുണ്ടെങ്കിൽ ഇവൻ രാജിവെക്കണം. ഇതിനകത്ത് രാജിവെക്കേണ്ട ഇയാള് ഇത് രാജിവെക്കുന്നു സത്യത കാണിച്ച ആളോട് പറയണത്, പബ്ലിക്കിനോട് പറയണം. ഇയാള് ഞാൻ തോറ്റിരിക്കുന്നു സഖാക്കളെ, ഞാൻ തോറ്റിരിക്കുന്നു എന്ന് പറയാനുള്ള ആത്മാർത്ഥത ഇവൻ കാണിക്കുന്നുണ്ടെങ്കിൽ ഇവനെ സഖാവാന്ന് വിളിക്കാം. അല്ലെങ്കിൽ ഇവൻ ആരാണ്? ഇവനെ വിളിക്കേണ്ടത് ചെറ്റ എന്ന് വിളിക്കണം. ഇവനെ പരമമാറിയാണ് ഈ മനുഷ്യൻ, പരമമാറിയാണ് ഇയാൾ. ഈ പരമമാറിയായിരുന്നതിന്റെ ദുരന്തമാണ് വാസ്തവത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് കഴിഞ്ഞ 25 വർഷക്കാലമായി നേരിട്ടിരിക്കുന്ന പ്രതിസന്ധിയാണ്. ശ്രീ പാണ്ഡ്യാല ഷാജി, പലപ്പോഴും കർമ്മ ന്യൂസ് പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട്, പിണറായി വിജയനുമായി ബന്ധപ്പെട്ട്, രാഷ്ട്രീയ കേരളവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അങ്ങയുടെ അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിച്ചിട്ടുണ്ട്. അങ്ങ് പ്രതികരണം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയ കേരളം പുതിയ ഒരു വഴിത്തിരിവിലേക്കാണ്. 10 വർഷങ്ങൾക്ക് ശേഷം കോൺഗ്രസ് വീണ്ടും ഭരണത്തിൽ വരുന്നു. ഭരിച്ചു മതിച്ചിരുന്ന പിണറായി സർക്കാരിന് ഒരു പതനം സംഭവിച്ചിരിക്കുന്നു. എന്താണ് ഈ അവസരത്തിൽ അങ്ങേക്ക് പറയാനുള്ളത്? അല്ല, ഇത് പിണറായി സർക്കാർ എന്ന് പറയുന്ന അർത്ഥമില്ല, വിജയൻ സർക്കാർ, ഇത്രയുള്ളൂ. വിജയൻ സർക്കാർ. പിണറായി എന്ന് പറയുന്ന സംഭവത്തിന് മേലെ ഞാനൊരു ചാനലിൽ ഇപ്പം അല്ല, ഏതാണ്ട് ഒരു 1-2 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞാണ്, ഏറ്റവും ഗംഭീരവും ഉജ്ജ്വലവുമായിരിക്കുന്ന ഒരു ഗ്രാമത്തിന്റെ പേര് ഈ യൂസ്ലെസിന്റെ പേരിനെ കൂടെ കൂട്ടിച്ചേർക്കുന്നത് അർത്ഥം മാറ്റണമെന്ന് ഏതാണ്ട് 2-3 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞാനൊരു വളരെ ഗംഭീരമായ ചാനലിനകത്ത് ഞാൻ പറഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ട് പിണറായി എന്ന് പറയുന്ന സംഭവത്തിന് പകരം അയാളുടെ അമ്മയുടെ തറവാട് പേരുണ്ട്, ആലക്കാടൻ എന്ന് പറയുന്ന സംഭവം. ആലക്കാടൻ, ഈ ആലക്കാടൻ വിജയൻ എന്ന പേരിൽ മാത്രമേ ഞങ്ങൾക്ക് പറയാൻ അർഹതയുള്ളൂ. അല്ലാതെ ഈ കേരളത്തിനകത്ത് പ്രത്യേകിച്ച് പിണറായി നടന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരുപാട് കർഷക മാർച്ചും സമരങ്ങളും അങ്ങനെ ആ സമരത്തിനകത്തൊന്നും ഇയാൾ ജനിച്ചിട്ട് പോലുമില്ല. ഇതൊന്നുമില്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഔദാര്യം പറ്റി ജീവിച്ച് എന്റെ അച്ഛന്റെ ഔദാര്യത്തിൽ ആദ്യമായി 1970 MLA ആയ ആളാണ് ഇയാൾ. എന്റെ അച്ഛന്റെ ഔദാര്യത്തിൽ. ഞാനത് പറയുന്നത് ഇപ്പൊ വേറൊന്നും കൊണ്ടല്ല, ഒരാൾക്ക് അങ്ങനെ ഒരു സാധ്യത ഉണ്ടായി എന്ന സംഭവത്തെ പരിഹസിക്കാനല്ല. അത്തരം ഒരു സാധ്യത നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് പ്രാഥമികമായി എന്തുകൊണ്ടാണ് എന്നെ അതിനകത്തേക്ക് തെരഞ്ഞെടുത്ത് അയച്ചത്? ഞാൻ ആരോടാണ് വാസ്തവത്തിൽ കടപ്പെടേണ്ടത്? പബ്ലിക്കിനോട് ഞാൻ അത്രമാത്രം ഒബ്ലൈജ്ഡ് ആയിരിക്കണം എന്ന് പറയാവുന്ന അവസ്ഥയുണ്ട്. ഇതിന് പകരം എന്താണെന്ന് പറയാം, ഇത് എന്റെ എന്തോ ഒരു ജന്മാവകാശമാണ് എന്ന് പറഞ്ഞൊരു അവസ്ഥയിലേക്ക് അയാൾ മാറിയതിന്റെ പ്രതിഫലനമാണ് പിന്നീട് ഈ പാർട്ടിക്കകത്ത് മുഴുവൻ ഉണ്ടായത്. അതിന്റെ മുന്നോടിയായ സംഭവമായിരുന്നു ഈ വാടിക്കൽ രാമകൃഷ്ണന്റെ കൊലപാതകം എന്ന് പ്രസ്ഥാനം. അതിൽ പിന്നീടാണ് തലശ്ശേരിയിൽ 1971 നടന്നിരിക്കുന്ന വർഗീയ കലാപം. ഇതിൽ പിന്നീട് വളരെ കൃത്യമായി വന്നിരിക്കുന്ന ഒരു നക്സ് ഇയാള് ഈ സംഘപരിവാറും വിജയനും തമ്മിൽ രൂപീകരിക്കുകയാണ്. അത് ഒളിച്ചു വെച്ച് ഈ 2026 ഇലക്ഷൻ വരെ ആകുമ്പോഴത്തേക്ക് എന്താവുന്നു, ഇയാൾ എക്സ്പോസ് ചെയ്യപ്പെടുന്നു. ആ എക്സ്പോസ് ചെയ്യപ്പെട്ടതിന്റെ ഫലമായാണ് കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഒന്നടങ്കം ഇവൻ കള്ളനാണ് എന്ന് വിളിച്ചു പറഞ്ഞത്. ആ കള്ളനാണ് എന്ന് വിളിച്ചു പറഞ്ഞതിന്റെ അനിവാര്യമായിരിക്കുന്ന പ്രതിഫലനമാണ് ഇയാൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞതാണ്. മെയ് 4 TP ദിനമാണ്. ഒരു ചാനലിനകത്ത് ഞാൻ പറഞ്ഞാണ്, അന്ന് ആ ദിവസം ഇയാളെ ഇതിനകത്ത് അധികാരത്തെ ചവിട്ടി പുറത്താക്കുക, ഞാൻ ഉപയോഗിച്ച വാക്കാണ് ചവിട്ടി പുറത്താക്കുകയാണ്. ഈ ചവിട്ടി പുറത്താക്കുന്നതിന്റെ ഭാഗമായാണ്, അതായത് അയാളുടെ മകന്റെ പ്രായം പോലും ഇല്ലാത്ത ഒരു യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകൻ പ്രമുഖ നേതാവുമായിരിക്കുന്ന അഡ്വക്കേറ്റ് അബ്ദുൾ റഷീദിന്റെ മുമ്പിലാണ് ഇയാൾ പതറിയത്. ശരിക്കും ഇയാൾ പതറിയത്. ഇത്തരം ഒരു പതറിച്ച നിങ്ങൾ ഏറ്റുവാങ്ങാൻ നിങ്ങൾ നിർബന്ധിക്കപ്പെടുന്നത് ഇയാൾ ഇപ്പോഴും അത് അംഗീകരിക്കില്ല. ഈ പറയുന്ന പിണറായി എന്ന് പറയുന്ന സ്ഥലത്ത് പിണറായി ഉൾപ്പെടെ ഉണ്ടാകുന്ന ധർമ്മട നിയോജകമണ്ഡലത്തിൽ എല്ലാ പഞ്ചായത്തിലും ഇയാൾ പുറകോട്ടേക്കാണ് പോയത്. എല്ലാ പഞ്ചായത്തും ഇയാൾ പുറകോട്ടേക്കാണ്. ഈവൻ പിണറായിയിൽ പോലും ഇയാൾ പുറകോട്ടേക്കാണ്. വേങ്ങാട് പഞ്ചായത്ത് ഇയാൾ 10% പുറകിലാണ് ഇയാൾ. പിണറായി എന്ന് പറഞ്ഞ സ്ഥലത്ത് അത്യാവശ്യമായി പിടിച്ചു നിന്നിട്ടെന്ന് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതാണ് ചോദ്യം. ഈ ചോദ്യത്തിന്റെ ഉത്തരം ആര് കണ്ടെത്തണം? അത് അയാളല്ല കണ്ടെത്തുന്നത്, പാർട്ടി കണ്ടെത്തണം. ഇവനെ പോലെ പടുദ്രോഹിയായിരിക്കുന്ന ഒരു മനുഷ്യനെ പാർട്ടിയുടെ ഏറ്റവും വലിയ പ്രമുഖനായി അവര് കൊണ്ടാടിയതിന്റെ ഫലം എന്താണ്? പാർട്ടിയും ജനങ്ങളും തമ്മിലുള്ള ദൂരമാണ് വർദ്ധിച്ചത്. പകരം എന്തു ചെയ്തു? അതോടൊപ്പം തന്നെ എന്തു വന്നു?
ഇവനും ജനങ്ങളും തമ്മിലുള്ള ദൂരവും വർദ്ധിച്ചു. കാരണം ഇയാൾ മാത്രമായി പാർട്ടി ഇല്ല. പാർട്ടി എന്ന് പറയുന്നത് വിജയനാണ്. വിജയനുമായി ബന്ധമുള്ളവന് മാത്രമേ പാർട്ടിക്കകത്ത് നിൽക്കാൻ കഴിയുള്ളൂ എന്നൊരു അവസ്ഥ വന്നു. ഇങ്ങനെ അവസ്ഥ വരുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താവും, ആൾക്കാർ എന്ത് ചെയ്യും? ആൾക്കാർ പാർട്ടിയിൽ നിന്ന് ഒഴിവാകും. പാർട്ടിയിൽ നിന്ന് ഒഴിവായതിന്റെ ഏറ്റവും അനിവാര്യമായതൊരു അങ്ങനെ വന്നപ്പോ റിയൽ വിജയൻ, യഥാർത്ഥ വിജയൻ എന്താണ് എന്ന് ജനം തിരിച്ചറിഞ്ഞു. നേരത്തെ 15 വർഷക്കാലം പാർട്ടി സെക്രട്ടറിയായി, അതിനുശേഷം പിന്നീട് മുഖ്യമന്ത്രിയുമായി. അങ്ങനെ 25 വർഷക്കാലം എന്ന് പറയുന്നത് ഒരാളുടെ വ്യക്തി ജീവിതത്തിനകത്തെ ഒരു കാലഘട്ടത്തിനകത്തെ വളരെ വളരെ സംഭവപരമായ കാലമാണ്. 1/4 നൂറ്റാണ്ട് എന്ന് പറയും. ഈ 1/4 നൂറ്റാണ്ട് കാലം അധികാരം കൊണ്ട് അർമാദിച്ച് ആക്രാന്തത്തോടെ നടന്നിരിക്കുന്ന അയാൾക്ക് വാസ്തവത്തിൽ ഇയാൾക്ക് ഉളുപ്പെന്ന സാധനം, ഞാൻ നിങ്ങളോട് പറഞ്ഞ ഉത്തരവാദി, ഉളുപ്പെന്ന സാധനം ഉണ്ടെങ്കിൽ ഇയാൾ ഇതിൽ ജയിച്ചെങ്കിൽ ഈ ജയിച്ച സ്ഥാനം രാജിവെക്കാൻ ഇയാൾ തയ്യാറാവണം. രാജിവെക്കാൻ നായിനെ കൊന്നിരിക്കുന്ന ഒരു വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഇയാൾ ജയിച്ചത് ഇവിടെ, അല്ലേ? ഈ നായിനെ കൊന്നിരിക്കുന്ന വോട്ടിന്റെ ഭൂരിപക്ഷം ജയിക്കാൻ ഉളുപ്പുണ്ടെങ്കിൽ ഇവൻ രാജിവെക്കണം. ഇതിനകത്ത് രാജിവെക്കേണ്ട ഇയാൾ ഇത് രാജിവെക്കുന്നു പറഞ്ഞ സത്യത കാണിച്ച ആളോട് പറയണം, പബ്ലിക്കിനോട് പറയണം, ഇയാൾ ഞാൻ തോറ്റിരിക്കുന്നു സഖാക്കളെ ഞാൻ തോറ്റിരിക്കുന്നു എന്ന് പറയാനുള്ള ആത്മാർത്ഥത ഇവൻ കാണിക്കുന്നുണ്ടെങ്കിൽ ഇവനെ സഖാവാന്ന് വിളിക്കാം. അല്ലെങ്കിൽ ഇവനെ വിളിക്കേണ്ടത് ചെറ്റ എന്ന് വിളിക്കണം. ഈ ചെറ്റ എന്ന സംഭവം ഉപയോഗിക്കുന്നത് മറ്റു രീതിയിലുള്ള ഒരു വാക്കിന്റെ അർത്ഥത്തില്ല. ജി സുഹാരൻ സഖാവ് വിളിച്ചതുപോലെ ചെറ്റ എന്ന് പറയുന്നത് വളരെ എന്താ പറയാ താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ടിരിക്കുന്ന ആൾക്കാർ ജീവിക്കുന്നത്. ഞാൻ പറഞ്ഞത് സാംസ്കാരികമായ അർത്ഥത്തിൽ അത്രമാത്രം പരമമാറിയാണ് ഈ മനുഷ്യൻ, പരമമാറിയാണ് ഇയാൾ. ഈ പരമമാറിയായിരുന്നതിന്റെ ദുരന്തമാണ് വാസ്തവത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് കഴിഞ്ഞ 25 വർഷക്കാലമായി നേരിട്ടിരിക്കുന്ന പ്രതിസന്ധിയാണ്. ഇതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്താണ് ശരിക്കും? ഇതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്ന് പറയുന്നത് ഇത് പാർട്ടി സംഘടന ഉണ്ടാവില്ല എന്നുള്ളതാണ്. പാർട്ടി സംഘടന ഉണ്ടാവില്ല. നിങ്ങൾ ആരെയാണ് ഈ മുമ്പിൽ നിർത്തിയിട്ട് ഒരു പാർട്ടിയെ നയിക്കുക? ആരെ വെച്ചിട്ടാണ് നിങ്ങൾ മുമ്പിൽ നയിക്കുക? പടച്ചവനെ വെച്ചിട്ടാണ് നയിക്കാൻ പാർട്ടിയില്ല. പാർട്ടി ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് ഈ പാർട്ടിയെ നശിപ്പിച്ചപ്പോ സംഭവം എന്തായി തീർന്നു? റിയൽ വിജയൻ എന്താണെന്ന് മനസ്സിലാക്കാൻ പാർട്ടിക്കാർക്ക് കൃത്യമായി സാധ്യമായിട്ടുണ്ടായിരുന്നു എന്നതാണ് ഒന്നാമത്തെ വിഷയം. ആ റിയൽ വിജയനെ തിരിച്ചറിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? അവർ വളരെ കൃത്യമായി അയാൾക്കെതിരെ വോട്ട് ചെയ്തു. ഇവരെല്ലാവരും ആരെ കൂടെ നിന്നവരാണ്? ഈ ജാഥയിൽ പോയവരാണ്. ഇവരെല്ലാവരും തന്നെ ഇയാൾ സ്വിച്ചിട്ട് കഴിഞ്ഞാൽ അണിയണിയായി പോയിരിക്കുന്നവരാണ്. അതിനകത്ത് സാധാരണ വീട് തൊഴിലാളിയുണ്ട്, സാധാരണക്കാരായിരിക്കുന്ന എന്താ പറയാ തൊഴിലുറപ്പ് പദ്ധതിയിൽ പഠിക്കുന്നത്. ഇവരെല്ലാവരും പോയത് എപ്പോഴും എന്താണ്? ഭയം കൊണ്ടുപോയവരാണ്. ഭയം എന്ന സംഭവം ഉണ്ടാകുമ്പോൾ അതിനൊന്നില്ല എന്നുള്ളതാണ്. സ്വാതന്ത്ര്യമില്ല എന്നുള്ളതാണ്. സ്വാതന്ത്ര്യമില്ലാത്ത ഭയം മാത്രം നിർമ്മിച്ച് അവരെ കൊണ്ടു കിടക്കുമ്പോൾ അത് വലിയ അധികാരമാണെന്ന് ധരിച്ചിരിക്കുന്ന ഒരു നേതാവും ഇവരെ പോലത്തെ ഒരു അധവനായിരിക്കുന്ന ഒരാളും അതോടൊപ്പം തന്നെ അത് നടത്തിപ്പുകാരായിരിക്കുന്ന കുറെ കങ്കാണികളായിരിക്കുന്ന ആൾക്കാർ ഇവരെല്ലാവരും പൊതുജനങ്ങളെ മർദ്ദിക്കുകയായിരുന്നു. ഈ പൊതുജനത്തെ മർദ്ദിച്ചതിന് കിട്ടിയിരിക്കുന്ന അനിവാര്യമായിരിക്കുന്ന കൂലിയാണ് വാസ്തവത്തിൽ ഈ തിരിച്ചടി എന്ന് പറയുന്നത്. രണ്ടാമത്തെ വിഷയം നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരായിരിക്കുന്ന ആൾ വാസ്തവത്തിൽ ആർക്കാണ് വോട്ട് ചെയ്തത്? ഇതാണ് ചോദ്യം. കമ്മ്യൂണിസ്റ്റുകാരായിരിക്കുന്ന ആൾക്കാർ വോട്ട് ചെയ്തത് വിജയനല്ല. ആ വോട്ട് ചെയ്തത് കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഈ ചെറുപ്പക്കാരനാണ് വോട്ട് ചെയ്തത്. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ഇല്ലെങ്കിൽ ഈ നമ്മൾ പറയുന്ന CPM ഇതിനകത്തുള്ള 8 പഞ്ചായത്തുകൾ 8 പഞ്ചായത്തുകൾക്കകത്ത് 8 പഞ്ചായത്തും ഭരിക്കുന്നത് ആരാണെന്ന് പറഞ്ഞാൽ CPIM ആണ് ഭരിക്കുന്നത്. 8 പഞ്ചായത്തും ഭരിക്കുന്നത് CPIM ആണ്. 8 പഞ്ചായത്തിനകത്ത് ഇയാൾ എങ്ങനെയാണ് പുറകോട്ടേക്ക് പോയത്? പുറകോട്ടേക്ക് പോകുന്ന ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ. അവിടെ എല്ലാം തന്നെ വോട്ട് ചെയ്തത് പാർട്ടി സഖാക്കൾ വോട്ട് ചെയ്തത് പാർട്ടി ഉണ്ടാവണമെന്ന പൊതുവികാരത്തിന്റെ ഭാഗമായി പാർട്ടി പ്രവർത്തകർ വോട്ട് ചെയ്തത് വാസ്തവത്തിൽ ഇവനെതിരായാണ് വോട്ട് ചെയ്തത്. എതിരായി വോട്ട് ചെയ്തതിന്റെ ഒരു ചിത്രമാണ് ശരിക്കും ഇയാൾ ഇതിനകത്ത് കണ്ടത്. ഇനി ഈ പറയുന്ന ഒരവസ്ഥയെ ഇയാൾ അംഗീകരിക്കുമോ? ഇയാൾ അംഗീകരിക്കില്ല. ഇതിന്റെ റിസൾട്ടായി വരേണ്ട മറ്റൊരു ഭാഗം എന്താണ് ശരിക്കും? മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന ഗോവിന്ദൻ ഇതിന് മറുപടി പറയണ്ടേ? MP ഗോവിന്ദൻ മറുപടി പറയണ്ടേ? പാർട്ടി ജില്ലാ സെക്രട്ടറിയായി പണിയെടുക്കുന്ന KK രാജേഷ് എന്ന് പറഞ്ഞ ഒരു വസ്തുവിന് കൊള്ളാത്ത ഒരു ജില്ലാ സെക്രട്ടറിയുടെ ഇവൻ മറുപടി പറയണ്ടേ? പാർട്ടി കമ്മിറ്റി മറുപടി പറയണ്ടേ? സ്റ്റേറ്റ് കമ്മിറ്റി മറുപടി പറയണ്ടേ? ഇവരാരും മറുപടി പറയില്ല. എന്താ വിഷയം? മറുപടി പറയാത്തത് അവർക്ക് മറുപടി പറയാമെന്നല്ല, അത്തരം ഒരു വിഷയം അതിനകത്ത് ഉയരില്ല എന്നതാണ്. പക്ഷേ ഇന്ന് രാവിലെ ഞാൻ മേഡത്തോട് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞാരോട് ഇനി കമ്മിറ്റിയിൽ എന്ത് വരും? ഈ വിഷയങ്ങൾ ഗൗരവതരമായ ചർച്ചയായി കമ്മിറ്റിയിൽ ഉയർന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താവും? ഇതിന് മറുപടി ഇവർ പറയേണ്ടി വരും. മറുപടി പറയുമ്പോൾ അതിനകത്ത് നിന്ന് ആരെങ്കിലും ഒരാൾക്കും നിങ്ങൾ സഖാവാണോ എന്ന് വിജയനോട് ചോദിച്ചു കഴിഞ്ഞാൽ വിജയൻ എന്താ മറുപടി പറയാം? വിജയൻ ആകെ അറിയാവുന്ന മാർക്സിസ്റ്റ് സംഭവത്തിനകത്ത് ആകെ അറിയാവുന്ന ഒരു എന്താ പറയാ ഒരു സെന്റൻസ് എന്താ അറിയോ? ഇതൊരു മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടിയല്ലേ? നിങ്ങളിപ്പോ ഞാൻ പറയുന്നതല്ല, നിങ്ങളിപ്പോ ആരോടൊന്നും ചോദിച്ചോ, വിജയൻ ആകെ പറയുന്ന ഒരു വാക്കിതാണ് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് സംഭവത്തിനകത്ത് ഇവൻ ആകെ അറിയാവുന്ന ഒറ്റ വാക്കിധാനമാണ്. ഒരു മണ്ണാങ്കട്ടിയാക്കാൻ ഇതിനെക്കുറിച്ച് അറിയില്ല.
അയാൾ പറയുന്നതാണ് ഇതൊരു മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടിയല്ലേ. മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടിയാണെങ്കിൽ അതിനകത്തൊരു സംഘടനാക്രമമുണ്ട്. ആ സംഘടനാക്രമത്തിനകത്ത് ഇയാൾ പാലിക്കണം എന്തെങ്കിലും മര്യാദ ഇയാൾ പാലിച്ചിട്ടുണ്ടോ? ഒരു മര്യാദയും പാലിച്ചില്ല. എന്ന് മാത്രമല്ല, ഒരു സഖാവിനും അതിനകത്ത് പറയാനുള്ള അവകാശമോ അനുമതിയോ ഇയാൾ നൽകിയിട്ടുമില്ല. ഇതൊന്നും നൽകാതെ എന്റെ അധികാരത്തിന് മേലെ ഞാൻ ചൂണ്ടുവിരൽ നിർത്തിയാൽ നീ നിൽക്കണമെന്ന് പറയാവുന്ന രാജകൽപ്പന, ഈ രാജകൽപ്പന നടപ്പാക്കിയപ്പോ ജനം സഹിച്ചില്ല. ഈ സാധനം ജനം പൊറുതി മുട്ടിയപ്പോഴാണ്. അതായത് രാജാവിന് കഴുതച്ചെവിയാണെന്ന് വിളിച്ചു പറയാൻ ആരാണ് മേഡം? രാജാവിന് കഴുതച്ചെവിയാണ്. രാജാവ് പലപ്പോഴും പുറത്തു വരാത്ത ഒരാളല്ലേ. രാജാവിന് കഴുതച്ചെവിയാന്ന് വിളിച്ചാൽ അതിനകത്ത് അന്തഃപുര രഹസ്യം മാത്രമാണ്. ഈ അന്തഃപുര രഹസ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സംഭവത്തിന്റെ ഒരുപാട് സാധനങ്ങളാണ് തികട്ടി പുറത്തേക്ക് വീണത്. ഇത് പുറത്തേക്ക് വീണപ്പോ ആ പുറത്തേക്ക് വീണിരിക്കുന്ന ചിത്രമാണ് ഇപ്പോ വളരെ ഭംഗിയായി വന്നത്.